ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഈദ് ഹോളിഡേയ്സിന് നമ്മൾ വീട്ടിൽ ബോറടിച്ചുകൊണ്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ഡെസേർട്ട് പാർക്കിലേക്കാണ് പോകുന്നത്. ഡെസേർട്ട് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് വണ്ടി എടുത്തിട്ട് അകത്ത് പോയി പാർക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ ഇത് കിഡ്സ് ഫാമാണ്. കിഡ്സ് ഫാം നമ്മൾ നേരെ പോയപ്പോൾ അടുത്തേക്ക് ഫസ്റ്റ് കണ്ടത് തന്നെ നല്ലൊരു വിശാലമായ പ്ലേസാണ്. അവിടെ ഡക്സും കുറേ ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രീൻ ഗ്രാസും വാട്ടറും ഉണ്ടായിരുന്നു. കുറേ ഡക്സ് ഉണ്ടായിരുന്നു. അവിടെ വെള്ളത്തിൽ നീന്തുമായിരുന്നു. പിന്നെ ഒരു വൈറ്റ് ബ്യൂട്ടിഫുൾ ഡക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കളറിലുണ്ടായിരുന്നു. ബ്രൗണും വൈറ്റും ഗ്രീനും ബ്ലാക്ക് പോലും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ബ്ലാക്ക്. ഏറ്റവും ചെറുതായിരുന്നു. പിന്നെ ഒരു വലിയ വൈറ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറേ സമയമായിട്ട്. എന്നിട്ട് ഇവിടെ കുറേ ഡക്സ്, എവിടെ എനിക്കറിയില്ല. പിന്നെ നമ്മൾ ക്യാമലിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ക്യാമലിൻ്റെ സെക്ഷനിൽ ഒരു 2 ക്യാമൽ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുമായിരുന്നു. ഒരെണ്ണം അവിടെ നിൽക്കുന്നു. പിന്നെ ഈ ക്യാമൽസിനെ ഞാൻ കുറേ വിളിച്ചു, പക്ഷെ അത് വരുന്നില്ല. എന്നിട്ട് നമ്മൾ കണ്ട മയിലാണ് ആൺമയിൽ. അത് കഴിഞ്ഞിട്ട് ലവ് ബേർഡ്സ്. നല്ല ഗ്രീൻ ലവ് ബേർഡ്സ് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കണ്ടത് ഗോട്ട്. അപ്പോൾ ഗോട്ട് കുറേ എണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രാസ് കുറേ കൊടുത്തു. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗ്രാസ്. ഞാൻ എല്ലാത്തിനും കൊടുത്ത്, എല്ലാത്തും എന്നെ തൊടാനെല്ലാം വിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ എണ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ തലയെല്ലാം തൊടാൻ വിട്ട് അത് കരയുമായിരുന്നു ഞാൻ പോകുമ്പോൾ. ഞാൻ പിന്നെ പേടിച്ചിട്ട് എറിഞ്ഞെല്ലാം കൊടുത്ത്. പിന്നെ ഞാൻ നേരെ കൊടുത്ത്. പിന്നെ ഇഷ്ടപ്പെട്ടു എന്നെ ഞാൻ പോകുമ്പോൾ അത് കുറേ വട്ടം കരഞ്ഞു ഗൈസ്. എനിക്ക് സങ്കടമായി. പിന്നെ നമ്മൾ വന്ന ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, കൗ. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഗ്രാസ് എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാസ് എടുക്കുക, പിന്നെ കൊടുക്കുക. ഇവിടുന്ന് കുറേ ഗ്രാസ് എടുക്കുക. അത്ര ഗ്രാസ് എൻ്റെ അനിയൻ്റെ കയ്യുമ്പോൾ കൊടുത്ത് ഗ്രാസ് കുറച്ച്. അവന് ഭയങ്കര പേടിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അവന് ഇഷ്ടപ്പെട്ടു ഈ കുഞ്ഞെണ്ണത്തിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര കുഞ്ഞ് ക്യൂട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജിംബ്രു പറഞ്ഞ്, എൻ്റെ അനിയൻ പറഞ്ഞ് ഇത് ഹോസിൻ്റെ കുഞ്ഞാണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലടാ ഇത് ഡോങ്കിയാണ് എന്ന്. എന്നിട്ട് അവന് മനസ്സിലായി ഒരു ബ്ലാക്ക് ഡോങ്കി ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമൽ കണ്ട്. പിന്നെ ഞാനവിടെ ലവ് ബേർഡ്സിനെ കണ്ടിട്ട് ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. എന്നിട്ട് ഓസ്ട്രിച്ച് കുറേ എണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണെല്ലാം കൊത്തിപ്പറിച്ച് പോകാൻ നോക്കി. പിന്നെ നമ്മൾ ഹെന്നിൻ്റെ അവിടെ പോയി. അവിടെ റൂസ്റ്ററും ഉണ്ടായിരുന്നു, ഹെന്നും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീട് എനിക്കിഷ്ടപ്പെട്ടു. വൈറ്റ് കളറായിട്ടുള്ള ഈ വീട് നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെയെല്ലാം ആണ് ഇതിൻ്റെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇതെവിടെ ഹോസ്, ഈ ബ്ലാക്ക് ഹോസിൻ്റെ കണ്ണെല്ലാം കെട്ടി. ഇത് ഇത്രയേ ഉള്ളൂ കിഡ്സ് ഫാം. അപ്പോൾ നമ്മളെ വീട്ടിലും നാട്ടിലും എല്ലാവരും കാണാൻ പറ്റുന്ന, വളർത്താൻ പറ്റുന്ന ഈ കിഡ്സ് ഫാം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സെക്ഷൻ വെച്ച് നമുക്ക്